ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റിലെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് അനഘയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടാ. അപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കണ അനഘേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചന്തുമോളെ കാര്യം ഓർത്തൊന്നും വിഷമിക്കൊന്നും വേണ്ട, മുത്തശ്ശിന് അനാഥ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്ന നല്ല സ്നേഹമുള്ള ആളാന്നൊക്കെ പറയുക. അപ്പോൾ ചന്തുമോളും ഞങ്ങൾ നല്ലതുപോലെ വളർത്താം, നോക്കിക്കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചന്തുമോളെ കാര്യത്തിൽ ഓരോ വിഷമവും പേടിയും വേണ്ടാന്നും കൂടിയും പറയാണ്. പിന്നീട് ആദർശും അബിയും കൂടെ നേരിൽ കാണുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് നിന്ന് പണം ഇങ്ങനെ വാങ്ങുക. അപ്പോൾ ആദർശിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ അബിട്ട. അപ്പോൾ ആദർശ് പറയാണ്, അനഘ കോമ സ്റ്റേജിൽ നിന്ന് എഴുന്നേൽക്കട്ടെ, അപ്പോൾ അവൾ തന്നെ വന്ന് പറയോ നിൻ്റെ കാര്യങ്ങൾ, ആരാണ് അവളെ ചതിച്ചതെന്നും ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നും അത് അവൾ തന്നെ വന്ന് പറയോ, നീ കണ്ടോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അബിക്കായാലും ഒരു ദേഷ്യം തോന്നാട്ടാ നമ്മുടെ ആദർശിൻ്റെ അടുത്ത് അബി പറയുന്നുണ്ട്, നീ തന്നെയാണ് ചന്തുമോളുടെ അച്ഛന്, അതിൽ നീ ഉരുണ്ട് കളിക്കണ്ട, ഇത് നീ തന്നെയാണ് ചെയ്തത്, നിന്റെ കാമുകിയാണെന്നൊക്കെ പറയാണ് നമ്മുടെ അബി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ആദർശിന് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നാണ് കേട്ടോ നമ്മുടെ അബിൻ്റെ അടുത്ത്. അപ്പോൾ തന്നെ നമ്മുടെ അബിക്ക് പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് ആദർശ് പറയുന്നുണ്ട്, അനഘ ഈ കോമ സ്റ്റേജിൽ നിന്ന് എന്തായാലും എഴുന്നേൽക്കും, അന്ന് നീ പേടിച്ചോ എന്നൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്